നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 46 വയസ്സുകാരിയുടെ മരണം അത് കൊലപാതകം എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞു. വൈറ്റിലയിലാണ് ഇന്ന് രാവിലെ റെയിൽവേ ട്രാക്കിൽ 46 വയസ്സുകാരി ആത്മഹത്യ ചെയ്തു എന്ന് തോന്നുന്ന തരത്തിൽ മൃതദേഹം കണ്ടെത്തുന്നത്. ആ മൃതദേഹം കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ആരോ ആത്മഹത്യ ചെയ്യാൻ വന്നു, അപകടത്തിൽപ്പെട്ടു, മരണപ്പെട്ടു എന്നൊക്കെയാണ് കരുതിയതെങ്കിലും അത് ഒറ്റനോട്ടത്തിൽ കണ്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നു ഇതൊരു കൊലപാതകമാണ് എന്ന്. പോലീസ് അന്വേഷണം തുടരവേ പ്രതിയിലേക്ക് പോലീസ് എത്തുകയും ചെയ്യുകയായിരുന്നു. അതോടൊപ്പം തന്നെ പ്രതി ശ്രദ്ധിക്കാതെ പോയ ചില ലൂപ്പ് ഹോളാണ് യഥാർത്ഥത്തിൽ ഇതൊരു കൊലപാതകമാണ് എന്ന് പോലീസ് മനസ്സിലാക്കാൻ കാരണമായിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടെ പുറത്തു വരികയാണ്. അതായത് തികച്ചും പ്ലാൻ ചെയ്ത് കൊണ്ടിട്ട ആ ഒരു മൃതദേഹം ആ കൊണ്ടിട്ട ട്രാക്ക് മാറിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അവിടെയുള്ള ആൾക്ക് അല്ലെങ്കിൽ കൊലയാളികൾക്ക് അറിയില്ലായിരുന്നു, കൊലയാളിക്ക് അറിയില്ലായിരുന്നു ഈ പറയുന്ന ട്രാക്ക് ഉപയോഗശൂന്യമായ ഒന്നാണെന്ന്. ഒരു അപകട മരണം എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു ട്രാക്കിലേക്ക് മൃതദേഹം കൊണ്ടിടുകയായിരുന്നു എങ്കിൽ പോലും ആ കൊണ്ടിട്ട ട്രാക്ക് ഉപയോഗശൂന്യമായതുകൊണ്ട് തന്നെ ഒരിക്കലും അപകടം ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ ജീവൻ സ്വയം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച ഒരാൾ ആ ട്രാക്കിൽ നിൽക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് പോലീസിന് തുടക്കത്തിൽ തന്നെ ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള അന്വേഷണം CCTV ദൃശ്യങ്ങളിലേക്ക് എത്തുന്നു. അങ്ങനെ നിർണായകമായിട്ടുള്ള ആ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതോടുകൂടെ 46 വയസ്സുകാരിയുടെ കൊലപാതകത്തിലെ പ്രതിയായ ഷാജിയിലേക്ക് പോലീസ് എത്തി എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഷാജിയെ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുൻ ഹൈക്കോടതി ജീവനക്കാരനായി പ്രവർത്തിച്ചിരുന്ന പ്രതി ഇവർക്കൊപ്പം സഞ്ചരിച്ചിരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം. എന്തായാലും കാക്കനാട് നിന്നാണ് ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെയാണ് പോലീസ് ഈ പ്രതിയിലേക്ക് എത്തുന്നത്. പ്രതിയും യുവതിയും ഉൾപ്പെടെയുന്ന ഒരു CCTV ദൃശ്യങ്ങളാണ് ആദ്യം പോലീസ് അന്വേഷണത്തിന്റെ മുന്നിലേക്ക് എത്തുന്നത്. ആ അന്വേഷണം, ആ CCTV ദൃശ്യങ്ങൾ അവിടെ നിർണായകമാകുന്നു. പിന്നീട് പ്രതിയും ഈ പറയുന്ന മരണപ്പെട്ടിട്ടുള്ള യുവതിയും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് ഈ CCTV ദൃശ്യങ്ങൾ വീണ്ടും ശേഖരിക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ കിട്ടിയിട്ടുള്ള CCTV ദൃശ്യത്തിൽ പ്രതിയും യുവതിയും കാറിൽ വന്നിരിക്കുന്നതും സംസാരിക്കുന്നതുമായിട്ടുള്ള ചില ദൃശ്യങ്ങളൊക്കെ കാണുകയാണ്. ഇതോടുകൂടെ സംശയങ്ങൾ ആരംഭിക്കുന്നു. ആദ്യം ലഭിച്ച CCTV ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം തുടരുകയാണ്. അങ്ങനെയാണ് അതായത് ആദ്യം ലഭിച്ച CCTV ദൃശ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രതി ഈ പറയുന്നത് പോലെ ഒരു സ്ഥലത്ത് വാഹനം വരുന്നു, അവിടെ നിർത്തുന്നു, പ്രതി കാറിൽ കയറുന്നു. അവിടെ നിന്ന് കുറച്ചു നേരം സംസാരിക്കുകയോ എന്തോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം തിരിച്ചു പോകുന്നത് പോലെ തോന്നുന്ന അയാളുടെ ഒരു ശാരീരിക പ്രകൃതം അത് മനസ്സിലാക്കാൻ വേണ്ടി പോലീസ് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് ആ കാറിൽ നിന്ന്, അതായത് യുവതിയുടെ കാറിലേക്ക് കയറിയിരുന്ന പ്രതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഷർട്ടിൽ രക്തക്കറയുണ്ടായിരുന്നു എന്ന് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതോടെ അന്വേഷണങ്ങൾ ശക്തമാകുന്നു. റെയിൽവേ ട്രാക്കിന് സമീപത്ത് വെച്ച് കൊലപാതകം നടന്നിട്ടുണ്ട് എന്നുള്ള നിരീക്ഷണത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്യുകയായിരുന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് ഏറ്റവും വലിയ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത പുറത്തുവരുന്നത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെ റെയിൽവേ ട്രാക്കിന് സമീപത്ത് ഒരു മൃതദേഹം കാണുകയായിരുന്നു. അമൃത എക്സ്പ്രസ് ലോക്കോ പൈലറ്റ് ആണ് ഇത്തരത്തിലൊരു മൃതദേഹം ശ്രദ്ധിക്കുന്നത്. സംഭവം മനസ്സിലായത് ഉടൻ തന്നെ വൈറ്റില ഫ്ലൈ ഓവറിന് താഴെയുള്ള റെയിൽവേ ട്രാക്കിന് സമീപത്ത് ഈ മൃതദേഹം ഇന്ന സ്ഥലത്തുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ലോക്കോ പൈലറ്റ് ആദ്യം റെയിൽവേയിലേക്ക് വിളിച്ച് വിവരം അറിയിച്ചു. പിന്നീട് റെയിൽവേ ആണ് പോലീസിനെ വിവരം അറിയിക്കുകയും അവിടേക്ക് പോലീസ് ഉടൻ തന്നെ എത്തി അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത്. മൃതദേഹത്തിൽ മുറിവുകൾ കണ്ടെത്തിയതോടെയാണ് കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിട്ട് പോലീസ് ആദ്യം തന്നെ ചിന്തിക്കുന്നത്. മൃതശരീരത്തിൽ തല ട്രാക്കിനോട് ചേർന്ന നിലയിൽ ശരീരഭാഗങ്ങൾ പുറത്തായിട്ടുള്ള നിലയിലൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ മൃതദേഹത്തിൽ ചില പാടുകൾ കാണുകയുണ്ടായി. ഈ മുഖത്തടക്കമുള്ള പാടുകൾ അതൊരിക്കലും ട്രെയിൻ അപകടത്തിൽ ഉണ്ടായിട്ടുള്ള പാടുകളല്ല എന്നുള്ള മനസ്സിലാക്കലിലേക്ക് പോലീസ് എത്തുകയും ചെയ്തു. ഇതോടുകൂടെ ഇതൊരു കൊലപാതകമാണ് എന്ന് പോലീസ് സംശയിച്ചു. ട്രെയിനുകൾ കടന്നു പോകാത്ത, ഉപയോഗിക്കാത്ത ട്രാക്കിൽ എങ്ങനെ ഈ മൃതദേഹം എത്തി എന്നുള്ള അന്വേഷണമായി പിന്നീട് അങ്ങോട്ട്. കൊലപാതകം നടന്ന സ്ഥലം, എന്തിനാണ് കൊലപാതകം, ഇത് മനഃപൂർവ്വം ഉണ്ടായിരുന്ന കൊലപാതകം തന്നെയാണോ, അതായത് എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ കൊലപാതകം എന്നത് ഉറച്ചു തന്നെയായിരുന്നു ആ കാറിലേക്ക് അയാൾ കയറിയത്, അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടായ മറ്റെന്തെങ്കിലും പ്രകോപനത്തിന്റെ പേരിലാണോ കൊലപാതകം, അല്ലെങ്കിൽ കയ്യബദ്ധമായിരുന്നോ എന്നത് തുടങ്ങിയിട്ടുള്ള നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വന്ന വാഹനം അത് മറ്റേതെങ്കിലും സ്ഥലത്ത് നിന്ന് കൊലപാതകം നടത്തിയതിന് ശേഷം വന്നതാണോ, ഇയാളെ കയറ്റിക്കൊണ്ട് എന്തെങ്കിലും ഡീൽ ചെയ്തതിനു ശേഷം ഇയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണോ എന്നതടക്കമുള്ള സംശയങ്ങളുണ്ട്. ഈ ഒരു പ്രതി മാത്രമാണ്, അതായത് അറസ്റ്റിലായിട്ടുള്ള ഷാജി മാത്രമാണോ ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നതും അറിയേണ്ടതുണ്ട്. എന്തായാലും ഇത്
ഇതിനൊക്കെ നിർണായകമായി മാറാൻ പോകുന്നത് ഈ പ്രതിയുടെ മൊഴിയാണ്. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി മൊഴിയെടുക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുകയാണ് പോലീസ്. ഈ പ്രതിയുടെ മൊഴി നിർണായകമാകും. എന്താണ് യഥാർത്ഥത്തിൽ 46 വയസ്സുകാരിയുടെ മരണത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഇനി പുറത്തു വരാനുള്ളത്.